ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ. എത്ര വലിയ ശാസ്ത്രിയായാലും പരീക്ഷനായാലും പാസ്റ്ററാണെങ്കിലും ഫാദറാണെങ്കിലും ആരായിരുന്നാലും ദൈവത്തിൻ്റെ കൽപ്പനകളെ അഴിക്കിച്ച് അല്ലെങ്കിൽ തിരുത്തി അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വ്യത്യാസപ്പെടുത്തി പഠിപ്പിക്കുന്നു എങ്കിൽ ആ മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കും. പിന്നെ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അതേപടി അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പരീശന്മാരെക്കാൾ ശാസ്ത്രിമാരെക്കാൾ നമ്മുടെ നീതി അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്നവരെക്കാൾ നമ്മുടെ നീതി കൂടുതലായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പഠിപ്പിക്കുന്നവർ പഠിപ്പിച്ചിട്ട് പോകും. എന്നാൽ ആ പഠിച്ചത് കേട്ട് വചനത്തിൽ നിന്നാണോ പഠിപ്പിച്ചത്, അതോ കർത്താവ് പഠിപ്പിച്ച വചനം തന്നെയാണോ പഠിപ്പിച്ചതെന്ന് നാം ശോധന ചെയ്ത് അതിൽ നിലനിൽക്കുന്നെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനം നമുക്കെല്ലാവർക്കും അറിയാം. 5-ാമത്തെ വചനത്തിൽ പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡം. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ മകളായി ഞാൻ ജനിച്ചെങ്കിൽ ഞാൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. കർത്താവിൻ്റെ വചനപ്രകാരം നാം നമ്മെ തന്നെ ഒരുക്കിയില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ നമുക്ക് പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരുങ്ങാം. അതിനായിട്ട് ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ആമേൻ.